നടുക്കടലിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ടവർ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. മുംബൈയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ കടലിൽ ബോട്ടെത്തിയപ്പോഴാണ് സംഭവം. ഉടൻ ബോട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയെന്നും ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ നിർദ്ദേശം കിട്ടിയെന്നും രക്ഷപ്പെട്ട യാത്രക്കാരൻ പറഞ്ഞു. ജാക്കറ്റ് ധരിക്കുമ്പോഴേക്ക് ബോട്ട് ഏറെക്കുറെ മുങ്ങി. രക്ഷാബോട്ട് എത്തുന്നതുവരെ 15 മിനിറ്റോളം കടലിൽ നീന്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ടുവന്ന നാവികസേന സ്പീഡ് ബോട്ട് ഇടിച്ചതിന് പിന്നാലെ യാത്രാ ബോട്ട് ആടിയുലഞ്ഞപ്പോൾ യാത്രക്കാർ കടലിലേക്ക് എടുത്തു ചാടിയെന്നാണ് മുംബൈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചതെന്നും വിവരം. മുംബൈയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എലഫന്റ് ഗുഹയിലേക്ക് പോകുകയായിരുന്ന നീൽക്കമൽ എന്ന ബോട്ടിൽ 100-ലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. നാവികസേന സംഭവം കൃത്യമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നാവികസേന അന്വേഷണം പ്രഖ്യാപിച്ചു. യാത്രാ ബോട്ടിലെ ക്യാമറയിൽ പതിഞ്ഞ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്പീഡ് ബോട്ട് യു-ടേൺ ചെയ്ത യാത്രാ ബോട്ടിന് നേരെ എത്തുകയും ശക്തമായി കൂട്ടിയിടിക്കുന്നതും ദൃശ്യത്തിലുണ്ടായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് അപകടം നടന്നത്. യാത്രാ ബോട്ട് മുങ്ങിയെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. എന്താണ് കാരണമെന്ന് വ്യക്തമായിരുന്നില്ല. പിന്നീടാണ് ബോട്ടുകൾ കൂട്ടിയിടിച്ചതാണെന്ന വിവരം വന്നത്. ഇക്കാര്യം നാവികസേന സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ടാണ് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയത്. നാവികസേനാ ബോട്ടിന്റെ എഞ്ചിൻ അടുത്തിടെ മാറ്റുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. നാവികസേനയുടെ ബോട്ടിൽ 2 നാവികസേനാംഗങ്ങളും എഞ്ചിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ 4 അംഗങ്ങളും ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. പണം ഞങ്ങൾ തരും. ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രാ ബോട്ടിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വ്യക്തതയില്ല. 13 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. രക്ഷിച്ചവരുടെ എണ്ണം 80 കഴിഞ്ഞു. നഗരത്തെ നടുക്കിയ ബോട്ടപകടത്തിൽ ആദ്യഘട്ടത്തിൽ രക്ഷകരായത് 3 CISF പെട്രോളിംഗ് ബോട്ടായ ഷെറ 1-ൽ കുതിച്ചെത്തിയ ജവാന്മാർ. കടലിൽ വീണ 35 പേരെയാണ് രക്ഷിച്ചത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫാന്റോ ദ്വീപിലേക്ക് 100-ലധികം യാത്രക്കാരുമായി പോകുകയായിരുന്ന നീൽക്കമൽ യാത്രാ ബോട്ട് ഇന്ത്യൻ നേവിയുടെ സ്പീഡ് ബോട്ട് ഇടിച്ചതിനെ തുടർന്നാണ് ബുച്ചർ ദ്വീപിന് സമീപം മറിഞ്ഞത്.